പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്. 1-2 ചാപ്റ്ററുകൾ നമുക്ക് എക്സാമിന് വരുന്നില്ല. അത് TMA ആണ് വരുന്നത്. നമ്മൾ ഇതിലൂടെ എക്സാമിന് വരുന്ന ഭാഗങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ വരുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് 3rd ചാപ്റ്ററാണ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ. നമ്മുടെ ഗൈഡിലെ 20ാമത്തെ പേജാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 20ാമത്തെ പേജ് എടുക്കുക. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ BC 2700 മുതൽ 1700 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം ഉണ്ടായിട്ടുള്ളത്. ഈ ഹാരപ്പൻ സംസ്കാരത്തിനെ വെങ്കലയുഗ സംസ്കാരം എന്നുള്ള പേരിലും അറിയപ്പെടുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഹാരപ്പ എന്ന് പറയുന്നത് ഇന്നത്തെ പാകിസ്ഥാന്, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടകലർന്നിട്ടുള്ള സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരമായിട്ട് വരുന്നത്. അതായത് ഇന്നത്തെ സിന്ധു നദി തീരത്താണ് ഈ ഒരു സംസ്കാരം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ സിന്ധു നദീതട സംസ്കാരം എന്ന പേരിലും അറിയപ്പെടും. ഇനി ഇതിൻ്റെ ആദ്യത്തെ ഉത്ഖനനം നടന്നത് പാകിസ്ഥാനിലെ ഹാരപ്പയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തിന് ഹാരപ്പൻ സംസ്കാരം എന്നുള്ള പേര് വരാനുള്ള കാരണം. ഈ ഉത്ഖനനത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് RD ബാനർജിയാണ്. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ മോഹൻജദാരോവിലൊക്കെ ഉത്ഖനനം നടത്തുവാൻ നേതൃത്വം നൽകിയ വ്യക്തി RD ബാനർജിയാണ്. ഈ ഹാരപ്പൻ സംസ്കാരം ഏകദേശം ധാരാളം, അതായത് 1000ഓളം കേന്ദ്രങ്ങൾ, ഹാരപ്പൻ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഇതിൻ്റെ അവശിഷ്ടങ്ങൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഹാരപ്പ, അതുപോലെ മോഹൻജദാരോ, കാളിബംഗൻ, രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ് കാളിബംഗൻ, അതുപോലെ ഗുജറാത്തിലെ ലോഥൽ. ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ടും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ 3 ഫേസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ 3 ഘട്ടങ്ങൾ ഏതെല്ലാം? ഇതിനെ നമ്മൾ 3ആയി തരംതിരിക്കും. ഒന്നാമത്തത് ആദ്യ കാലഘട്ടം, രണ്ടാമത്തത് പക്വതയാർന്ന കാലഘട്ടം, മൂന്നാമത്തത് അവസാന കാലഘട്ടം. ആദ്യ കാലഘട്ടം എന്നത് BC 3500 മുതൽ BC 2600 വരെയുള്ള കാലഘട്ടമാണ് ആദ്യ കാലഘട്ടം. ഇനി അതിനുശേഷം BC 2600 മുതൽ BC 1800 വരെയുള്ള കാലഘട്ടത്തെയാണ് പക്വതയാർന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിന് BC 1800 ശേഷമുള്ള കാലഘട്ടത്തിന് നമ്മൾ അവസാന കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇങ്ങനെ 3 കാലഘട്ടങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ആൻ അക്കൗണ്ട് ഓൺ ഇന്നോവേഷൻ കോണ്ടാക്റ്റഡ് ഇൻ ദ ഹാരപ്പൻ സെൻറ്റേഴ്സ്. ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ നടത്തപ്പെട്ടിട്ടുള്ള ഉത്ഖനനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഹാരപ്പൻ കേന്ദ്രങ്ങളുടെ കണ്ടെത്തലുകളെക്കുറിച്ചും ചെറിയൊരു വിവരണം നൽകുവാനാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയിട്ടുള്ളത് സിന്ധു നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്ത് പേര് വന്നത്? സിന്ധു നദീതട സംസ്കാരം എന്ന പേര് വന്നത്. ഇതിൽ പ്രധാനമായിട്ട് 2 കേന്ദ്രങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഹാരപ്പ, രണ്ടാമത്തേത് മോഹൻജദാരോ. ഇവയാണ് പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങൾ. ഇനി ഇതിന് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, 1000ഓളം കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചാബിലെ മൗഡ് ഗോമറി ജില്ലയിൽപ്പെട്ട പ്രദേശമാണ് ഹാരപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഹാരപ്പ എവിടെയുള്ളത്? പഞ്ചാബിലാണ് ഹാരപ്പ ഉള്ളത്. അതുപോലെ സിന്ധിലെ ലാർക്കന ജില്ലയിലാണ് മോഹൻജദാരോ ഉള്ളത്.
ഇനി മോഹൻജദാരോയുടെയും ഹാരപ്പയുടെയും ഇടയിൽ ഏകദേശം 650 കിലോമീറ്ററോളം വ്യത്യാസമുണ്ടെന്ന്. ഈ മോഹൻജദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് മരിച്ചവരുടെ മേട് എന്നാണ് അർത്ഥം വരുന്നത്. രാജസ്ഥാന്, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, ഇവിടെ നിന്നെല്ലാം ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഗാഗർ നദിയുടെ തീരത്താണ് കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, രാജസ്ഥാനിലെ ഒരു പ്രദേശമാണ് കാലിബംഗൻ എന്ന് പറയുന്നത്. ഈ പ്രദേശത്തു നിന്നും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കാലിബംഗനിൽ ഉത്ഖനനം ആരംഭിക്കുന്നത് BK ദാപ്പർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരമാണ് കാലിബംഗനിൽ ഉത്ഖനനം നടത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പഞ്ചാബിൽ രവി നദിയുടെ തീരത്താണ് ഹാരപ്പൻ നാഗരികത കണ്ടെത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഏകദേശം ഈ ഹരിയാനയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ആയിരക്കണക്കിന് പ്രദേശങ്ങളിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഹാരപ്പ, അതുപോലെ തന്നെ മോഹൻജദാരോ, പിന്നെ കാലിബംഗൻ, ലോഥൽ, പിന്നെ പഞ്ചാബ്, ഹരിയാന, ഗുജറാത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രദേശങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 21ാമത്തെ പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ്. ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എഴുതുക. ഇതിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അതിലൊന്നാമത്തതാണ് ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണം. രണ്ടാമത്തത് ഹൗസസ്, അവിടെയുള്ള വീടുകൾ. തേർഡ് വൺ വരുന്നത് ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാൽ സമ്പ്രദായം. 4ാമത്തത് ദ ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പുര. ഇവ വളരെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഇതിലൊന്നാമത്തത് നോക്കൂ, ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണം. ഈ ഹാരപ്പൻ പട്ടണങ്ങളെ 2 ഭാഗങ്ങളാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലെ ഒന്നാമത്തെ ഭാഗം കോട്ട, അത് ഉയർന്ന പ്രദേശമാണ്. രണ്ടാമത്തത് കീഴ്പട്ടണം. ഈ കോട്ട നമ്മൾ പേര് പോലെ തന്നെ അത് 4 ചുറ്റുഭാഗം കെട്ടി ഉറപ്പിച്ചതാണ് കോട്ട. ഇനി കോട്ടക്ക് താഴെ വരുന്ന സ്ഥലമാണ് കീഴ്പട്ടണം എന്ന് പറയുന്നത്. 22ാമത്തെ പേജിൽ നോക്കിയിനി കോട്ടക്ക് അകത്തുള്ള സ്ഥലം ഭരണവർഗത്തിൻ്റേതായിരിക്കാം. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാകുക. കാരണം അവിടെ വലിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഉയർന്ന വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഭരണവർഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും ഈ കോട്ടക്കകത്ത് താമസിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി രണ്ടാമത്തത് വരുന്നത് കീഴ്പട്ടണങ്ങളാണ്. ഈ കീഴ്പട്ടണങ്ങൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ജനങ്ങളുടെ താമസ സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ അവിടുത്തെ സവിശേഷത നഗരാസൂത്രണം, അതിൽ കോട്ടയും കീഴ്പട്ടണവും ഓർത്തു വെക്കുക. ഇനി രണ്ടാമത്തത് അവിടെയുള്ള വീടുകളെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. ഇവിടെ ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. അതായത് ആദ്യം നേർപാത, ആ നേർപാതക്ക് ഇരുവശങ്ങളിലായിട്ട് വീടുകൾ ഉണ്ടാക്കുന്നു. ഇനി ആ നേർപാത മറ്റൊരു പാതയിൽ പോയിട്ട് എന്ത് ചെയ്യും, ബന്ധിക്കും. ഇങ്ങനെ ഈ പാതകൾക്ക്, വഴികൾക്ക് അല്ലെങ്കിൽ റോഡുകൾക്ക് ഇരുവശവുമായിട്ട് വീടുകൾ നിർമ്മിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഹാരപ്പൻ സംസ്കാര കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു മുറി മുതൽ, അതായത് ഒറ്റ മുറി മുതൽ
12 മുറികൾ വരെയുള്ള വീടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ചെറിയ ആളുകൾ, സാധാരണക്കാർ താമസിക്കുന്ന ഒറ്റമുറി വീടുകളുണ്ട്. ഇനി 2, 3, 4 ഇനി 2 നിലകളുള്ള വീടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 12 മുറികളുള്ള വീടുകൾ വരെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ കോണിപ്പടികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? 2 നിലകളുള്ള വീടുകളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കുവാൻ സാധിക്കും. ഇനി ആ വീടുകളുടെ മറ്റൊരു പ്രത്യേകത, മിക്ക വീടുകൾക്കും സ്വന്തമായിട്ട് കിണറും അതുപോലെ നടുമുറ്റവും ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് വീടുകളുടെ പ്രത്യേകതകൾ വരുന്നത്. ഇനി മറ്റ് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാൽ സമ്പ്രദായം. ഇവിടെ ഹാരപ്പൻ നഗരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം ശുചീകരണ സൗകര്യങ്ങളോട് കൂടിയുള്ളതായിരുന്നു അവിടുത്തെ നഗരങ്ങൾ. അതായത് മുഴുവൻ പട്ടണത്തിനും പൊതുവായിട്ട് ഒരു അഴുക്കുചാൽ പദ്ധതി തന്നെ ഉണ്ടായിരുന്നു. എല്ലാ റോഡുകളിലും അഴുക്കുചാൽ ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ വീടുകളിൽ നിന്നും ആ അഴുക്കുചാലിലേക്ക് വേസ്റ്റ് പോകുവാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന ആ ഡ്രെയിനേജ് അഴുക്കുചാൽ മറ്റ് അഴുക്കുചാലുകളുമായിട്ട് ബന്ധിപ്പിക്കുകയും ഇങ്ങനെ ഇത് നഗരത്തിൽ നിന്ന് പുറന്തള്ളുന്ന രീതിയിലാണ് ഈ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കിയിരുന്നത്. മുഴുവൻ പട്ടണത്തിലും പൊതുവായ അഴുക്കുചാൽ പദ്ധതികൾ ഉണ്ടായിരുന്നു. വീടുകളിലെ അഴുക്കുചാലുകൾ തെരുവിലെ ചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. ഇഷ്ടികയോ കല്ലിൻ്റെ സ്ലാബോ ഉപയോഗിച്ചാണ് ഇവ മൂടിയിരുന്നത്. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചാലിലൂടെ ഏകദേശം ക്ലീനിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരാളുടെ ഹൈറ്റ് വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് ക്ലീനിങ് ചെയ്യുവാനുള്ള എളുപ്പത്തിനായിരിക്കാം. അപ്പോൾ അത്രത്തോളം അവർ ശുചീകരണത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വീടുകളിലെ അഴുക്കുചാല് തെരുവിലെ ചാലുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു. ഇഷ്ടികയോ കല്ലിൻ്റെ സ്ലാബോ ഉപയോഗിച്ച് ഇവ മൂടുകയും ചെയ്തിരുന്നു. ആരോഗ്യത്തിനും ശുചിത്വത്തിനും ഹാരപ്പൻ ജനത കൽപ്പിച്ച പ്രാധാന്യത്തെയാണ് ഈ ഡ്രെയിനേജ് സിസ്റ്റം നമുക്കെല്ലാം വ്യക്തമാക്കി തരുന്നത്. ഇനി മറ്റൊന്നായിരുന്നു വലിയ കുളിപ്പുര. മോഹൻജദാരോയിലെ കണ്ടെത്തിയതാണ് ഈ വലിയ കുളിപ്പുര. ഈ കുളത്തിൻ്റെ അടിത്തട്ട് കന്മദം എന്ന് പറയുന്ന ധാതു ഉപയോഗിച്ച് വെള്ളം ചോരാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട്. നമ്മൾ കുളം എന്ന് പറയുമ്പോൾ സാധാ കുളം പോലെയല്ല, മറ്റൊരു ഭാഗത്തു നിന്നും വെള്ളം ഇതിലേക്ക് അടിച്ച് വെള്ളം നിറക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വെള്ളം വറ്റിപ്പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അടിയിൽ കന്മദം, നമ്മൾ ചുണ്ണാമ്പ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഒരു പ്രത്യേക വസ്തു കന്മദം ഉപയോഗിച്ചുകൊണ്ട് ചൊരാത്ത രീതിയിൽ വളരെ വൃത്തിയാക്കി ശരിപ്പെടുത്തി വെച്ചിരുന്നു. ഈ അഴുക്ക് വെള്ളം ചോർത്തി കളയുവാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇതിന് കുളിക്കുവാനോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വെള്ളത്തിൽ അഴുക്ക് വരിക എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിവാക്കുവാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു. ഇനി ഈ കുളത്തിന് ചുറ്റും അനേകം മുറികൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ മുറികൾ കുളി കഴിഞ്ഞതിന് ശേഷം വസ്ത്രങ്ങൾ മാറാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഈ കുളിമുറികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ മറ്റൊരു അനുമാനം പറയുന്നത് അനുഷ്ഠാനപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും സ്നാനം ചെയ്യുവാനുള്ളതായിരിക്കാം ഈ കുളം എന്നുള്ള അഭിപ്രായവും ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് വലിയ കിണറുണ്ട്. ആ കിണറിൽ നിന്നുമാണ് ഈ കുളത്തിലേക്ക് വെള്ളം അടിച്ചിരുന്നത് എന്നുള്ള ചരിത്രങ്ങളൊക്കെ പല ഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ വലിയ കുളിപ്പുര എന്നത് വളരെയധികം വൃത്തിയായിട്ട് കൊണ്ടു നടത്തിയിരുന്ന ഒരു കുളിപ്പുരയാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? മോഹൻജദാരോയിലാണ് ഇവ കണ്ടെത്തിയിട്ടുള്ളത്.
ഇനി നെക്സ്റ്റ് പറയുന്നത് 23-ാമത്തെ പേജിൽ തന്നെ 4-ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ് ഇൻ ദ ഹാരപ്പൻ പീരീഡ്. ഹാരപ്പൻ കാലഘട്ടത്തിലെ കലകളും കൈവേലകളും എപ്രകാരമായിരുന്നു? ഹാരപ്പൻ കാലഘട്ടത്തിലെ കലകൾ, കൈവേലകൾ ഇവയെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. പ്രധാനമായിട്ടും ഇവരുടെ മൺപാത്ര നിർമ്മാണങ്ങൾ, അതുപോലെ ശില്പകല, കൊത്തുപണികൾ, ആഭരണ നിർമ്മാണം, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്തിലൂടെ പറയുന്നത്. ഹാരപ്പയിൽ നിന്ന് ലഭിച്ച മുദ്രകൾ, കളിമൺ രൂപങ്ങൾ, മൺപാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ അവയുടെ കരവിരുതിന്, ഈ ഹാരപ്പൻ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ആളുകളുടെ കൈത്തൊഴിൽ എത്രത്തോളം കരവിരുത് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇനി ഇവരുടെ മൺപാത്ര നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ, മൺപാത്ര നിർമ്മാണത്തിന് വേണ്ടി ഇവർ ഉപയോഗിച്ചിരുന്ന ചൂളകളുടെ അവശിഷ്ടങ്ങൾ ധാരാളമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു എന്ന അനുമാനത്തിലേക്ക് എത്തുന്നത്. ഇനി മൺപാത്രങ്ങൾ ചെറുതും ചിത്രപ്പണികൾ ഉള്ളവയുമായിരുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ പുറം ഭാഗത്തൊക്കെ നമ്മൾ രേഖപ്പെടുത്തുമല്ലോ, ഇത്തരത്തിൽ ചെറുതുമാണ്, ചിത്രപ്പണികൾ ഉള്ളവയുമായിരുന്നു. ഈ മൺപാത്രങ്ങളിൽ ഉണ്ടായിരുന്നത് സസ്യങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യരൂപങ്ങൾ തുടങ്ങിയവ ആലേഖനം ചെയ്തിരുന്ന അല്ലെങ്കിൽ വരച്ച് വെച്ചതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇത്തരത്തിലുള്ള പാത്രങ്ങൾ ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കണ്ടു കിട്ടിയിട്ടുണ്ട്. ഈ പാത്രങ്ങൾ ഒഴിച്ചാൽ ഹാരപ്പൻ മൺപാത്രങ്ങൾ പൊതുവെ ഒരേപോലെയുള്ളതായിരുന്നു. അപ്പോൾ ധാരാളം സൈറ്റുകളുണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ ചെറിയൊരു വ്യത്യാസം, മൺപാത്രത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും കണ്ടെത്തിയ ചില പാത്രങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അതൊഴിച്ചാൽ ബാക്കിയുള്ള മിക്ക സ്ഥലങ്ങളിലെ പാത്രങ്ങളും ഒരേ രീതിയിലുള്ള പാത്രങ്ങളായിരുന്നു. പിന്നെ ഈ പാത്രങ്ങളുടെ നിറം എന്നത് കറുപ്പ്, ചുവപ്പ്, പ്രധാനമായിട്ടും ഈ 2 രീതിയിലുള്ള അല്ലെങ്കിൽ 2 നിറത്തിലുള്ള പാത്രങ്ങളാണ് ധാരാളമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി 24-ാമത്തെ പേജ് നോക്കൂ. ഇതിൽ ശില്പകലയും കൊത്തുപണിയും ഇവർ പ്രതിമ നിർമ്മാണമാണ് പ്രധാനമായിട്ടും കൊത്തുപണിയിലൂടെയും അതുപോലെ തന്നെ ശില്പകല ഉണ്ടായിരുന്നത്. വെങ്കലം, കളിമണ്ണ്, കല്ല് ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പ്രതിമകളെ നിർമ്മിച്ചിരുന്നത്. മോഹൻജദാരോയിൽ നിന്ന് ധാരാളമായിട്ട് പ്രതിമകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ വെങ്കലത്തിൽ നിർമ്മിച്ച ഒരു നർത്തകിയുടെ രൂപമാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കലാശില്പം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെ ആരാധിക്കുന്ന ഒരു രീതി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ മോഹൻജദാരോവിലെ ഒരു നർത്തകിയുടെ രൂപമാണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള കലാശില്പം എന്ന് പറയുന്നത്. ഇനി മോഹൻജദാരോവിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു പ്രതിമ എന്നുള്ളത് ഒരു യോഗിയുടെ പ്രതിമ കണ്ടെത്തിയിട്ടുണ്ട്. ആ പ്രതിമക്ക് മീശയില്ലെങ്കിലും താടി ഉണ്ടായിരുന്നു. അപ്പോൾ മീശയില്ല, താടി വളർത്തിയ ഒരു പ്രതിമ രീതിയിലാണ് ഉണ്ടായിട്ടത്. അതുപോലെ കണ്ണുകളൊക്കെ പകുതി അടച്ചുകൊണ്ട് ധ്യാനത്തിലിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിമയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു പുരോഹിതനായിരിക്കാം എന്നുള്ള അനുമാനത്തിലായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതുപോലെ ഹാരപ്പയിൽ നിന്ന് വെങ്കലത്തിൽ നിർമ്മിച്ചിട്ടുള്ള 2 കാളവണ്ടികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ധാരാളം കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പക്ഷികളുടേതുണ്ട്, പിന്നെ മൃഗങ്ങളുടേതുണ്ട്, സ്ത്രീകളുടേതുണ്ട്, പുരുഷന്മാരുടേതുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളിമൺ രൂപങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് അവരുടെ കരവിരുത് തെളിയിക്കുന്ന മറ്റ് ആഭരണ നിർമ്മാണം. 3-ാമത്തത് ആഭരണ നിർമ്മാണം. ഹാരപ്പക്കാർ ചെമ്പ്, വെങ്കലം, സ്വർണം ഈ കാര്യങ്ങൾ 3 കാര്യങ്ങൾ ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ
ആഭരണങ്ങൾ നിർമ്മിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വളകൾ നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണ് കൊണ്ട് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കളിമണ്ണ് കൊണ്ട് വളകൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ വെങ്കലം, ആമത്തോട് ഇവ ഉപയോഗിച്ചുകൊണ്ടും വളകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളകൾ നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണ്, വെങ്കലം, ആമത്തോട് ഇവ ഉപയോഗിച്ചുകൊണ്ടാണ് വളകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പുറമെ വൈഡൂര്യം, മാണിക്യം, സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങളും ഈ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കൈത്തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആഭരണ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ വിവിധ തരം തൊഴിലുകൾ ഇവിടെ നിലനിന്നിരുന്നു എന്നതിന് വ്യക്തമാകുന്ന ധാരാളം കരകൗശല വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പറഞ്ഞത് ഹാരപ്പൻ കാലഘട്ടത്തിലെ കലകളുടെയും കൈവേലകളുടെയും കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഈ ഒരു ഭാഗത്തിലൂടെ തന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ഹാരപ്പൻ സംസ്കാരം, അതിലെ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മുടെ ഗൈഡിലെ 25-ാമത്തെ പേജിൽ 5-ാമത്തെ ക്വസ്റ്റ്യൻ കാണാം. ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ ഹാരപ്പൻ ട്രേഡ് വിത്ത് മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയയുമായി ഹാരപ്പക്കുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തെക്കുറിച്ച് ഒരു ചെറു വിവരണം നൽകുക. 5-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇതിൽ മെസപ്പൊട്ടേമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈറ്റിൻ്റെ പേരാണ്, ഒരു പ്രദേശം. ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ടെത്തിയ പ്രദേശങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് മെസപ്പൊട്ടേമിയ, അതുപോലെ തന്നെ ഹാരപ്പ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം. ഇതിൽ ഹാരപ്പ അതുപോലെ മെസപ്പൊട്ടേമിയ ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലും നല്ല രീതിയിലുള്ള വ്യാപാര പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് വ്യാപാര പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ സീലുകളെ സംബന്ധിച്ചിട്ടായിരുന്നു, മുദ്രകൾ. ആദ്യ കാലഘട്ടങ്ങളിൽ ഉൽപ്പന്നങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ കളിമൺ രൂപത്തിലുണ്ടായിരുന്ന ടാബ്ലറ്റ് ഫലകങ്ങൾ കൊണ്ട് ഉൽപ്പന്നങ്ങളുടെ പേരും അതുപോലെ തന്നെ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് കൊണ്ടുപോകുന്നു തുടങ്ങിയ അഡ്രസ്സ്, മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ സീലുകൾ അല്ലെങ്കിൽ മുദ്രകൾ എന്ന് പറയുന്നത്. ഈ മുദ്രകൾ കിട്ടി അതിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മെസപ്പൊട്ടേമിയക്ക് ഹാരപ്പയുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹാരപ്പക്ക് മെസപ്പൊട്ടേമിയ, ഈജിപ്ത്, ക്രീറ്റ് തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സീലുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വാദം അവർ ശരിവെക്കുന്നത്. ഈ ഹാരപ്പൻ വ്യാപാരത്തിലെ മുഖ്യ പങ്കാളിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉപഭോക്താവും എന്ന് പറയുന്നത് മെസപ്പൊട്ടേമിയക്കാരാണ്. അതായത് മറ്റുള്ള പ്രദേശങ്ങളെക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വ്യാപാര പ്രവർത്തനം നടത്തിയിരുന്നത് മെസപ്പൊട്ടേമിയയുമായിട്ടായിരുന്നു. ഇതിനുള്ള തെളിവെന്ന് പറയുന്നത് സൂസ, ഉർ, കിഷ്, ലഗാഷ് ഓരോ നഗരങ്ങളുടെ പേരാണ് കേട്ടോ. മെസപ്പൊട്ടേമിയയിലെ നഗരങ്ങളുടെ പേരാണ് സൂസ്, ഉർ, കിഷ്, ലഗാഷ്. ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ധാരാളം ഹാരപ്പൻ സീലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെന്ത് മനസ്സിലാക്കാം? ഹാരപ്പയിൽ നിന്നും ധാരാളം ഉൽപ്പന്നങ്ങൾ മെസപ്പൊട്ടേമിയയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ പുറമെ തന്നെ ഹാരപ്പക്ക് മറ്റുള്ള പ്രദേശങ്ങൾ, ഇന്നത്തെ ഗൾഫ് നാടുകളായിട്ടുള്ള ഫൈൽക്ക, അതുപോലെ തന്നെ ബഹ്റൈൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സീലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ഹാരപ്പയുടെ സീല് കണ്ടെത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഹാരപ്പ വ്യത്യസ്ത നഗരങ്ങളുമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത സൈറ്റുകളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അതുപോലെ
ഈ സീലുകളിൽ ഒരു യൂണിക്കോണിൻ്റെ, അതായത് ഒറ്റക്കൊമ്പുള്ള ഒരു ചിത്രം, ഒരു തരം മൃഗത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള യൂണിക്കോണിൻ്റെ സീല് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഉർ എന്ന് പറയുന്ന പ്രദേശവുമായിട്ടുള്ള വ്യാപാര ബന്ധം നടത്തിയതായിട്ട് സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മെലൂഹ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയ ഒരു ഫലകത്തിൽ, അതായത് കളിമൺ ടാബ്ലറ്റിൽ ഇത്തരത്തിലുള്ള കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ മെസപ്പൊട്ടേമിയക്ക് ഹാരപ്പയുമായിട്ട് ധാരാളം രീതിയിലുള്ള വ്യാപാര ബന്ധം ഉണ്ടായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് പറയുന്നത്, 6ാമത്തെ ക്വസ്റ്റ്യൻ. അക്കൗണ്ട് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനത്തിനുള്ള കാരണങ്ങൾ. ഒരു ചെറിയ ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ധാരാളം തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണ്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനത്തിനുള്ള കാരണങ്ങൾ. ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നാശം എങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിൽ ധാരാളം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട്. ഇന്നും വളരെ കൃത്യമായ കാരണം രേഖപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. ഒരു അനുമാനപ്രകാരം പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് കാലാവസ്ഥയിലെ മാറ്റം. മഴ ലഭിച്ചിരുന്ന സമയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മഴ ലഭിക്കാതിരിക്കുന്നത് മൂലം ആ പ്രദേശങ്ങളൊക്കെ മരുഭൂമിയാക്കി മാറ്റിയെന്ന് പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് കാലാവസ്ഥയിലുള്ള മാറ്റം. രണ്ടാമത്തത് സിന്ധു നദിയുടെ കാലക്രമത്തിലുണ്ടായിട്ടുള്ള ഗതിമാറ്റം. ഇതെന്തായി? മണ്ണിൻ്റെ വളക്കൂറ് നഷ്ടപ്പെടുകയും അവിടെ കൃഷി ചെയ്യുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ആളുകൾ ആ പ്രദേശത്ത് നിന്ന് നാട് വിട്ടിരിക്കാം. രണ്ടാമത്തത് സിന്ധു നദിയുടെ ഗതിമാറ്റം. മൂന്നാമത്തത് വരുന്നത് ആര്യന്മാരുടെ ആക്രമണം. അതായത് ഇന്ത്യയുടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള അന്നത്തെ ചൈനയുടെ ഭാഗമാണ് ഈ ആര്യന്മാരുടെ ആദ്യ കാലഘട്ടങ്ങളിലെ അധിവാസം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള ആര്യന്മാരുടെ ആക്രമണമായിരിക്കാം ഈ ഹാരപ്പൻ സംസ്കാരത്തെ നശിപ്പിച്ചത്, ജനങ്ങളെ നശിപ്പിച്ചത് എന്ന് കാരണം പറയുന്നു. പിന്നെ 4ാമത്തെ കാരണം ഭൂകമ്പമോ കൊടുങ്കാറ്റോ ആകാം. അപ്പോൾ ഈ 4 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പതനത്തിന് കാരണമെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യനാണ്. ഗൈഡിലെ 26ാമത്തെ പേജിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സോഷ്യൽ ലൈഫ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ ജനതയുടെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുക. ഹാരപ്പൻ ജനതയുടെ സാമൂഹ്യ ജീവിതത്തെ സവിശേഷതകൾ. പ്രധാനമായിട്ടും ഇവിടെ 6 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തത് ഭക്ഷണം. പ്രധാനപ്പെട്ട ഭക്ഷണം ഗോതമ്പ്, തിന, പഴം, പച്ചക്കറികൾ, മത്സ്യ, മാംസാദികൾ. ഇവയായിരുന്നു പ്രധാനമായിട്ടും അവരുടെ ഭക്ഷണങ്ങൾ. ഗോതമ്പ്, തിന, പഴം, പച്ചക്കറികൾ, മത്സ്യം, മാംസം. ഇനി അവരുടെ വസ്ത്രധാരണ ഇന്നത്തെ പോലെയുള്ള ഒരു പ്രത്യേക രീതിയായിരുന്നു. അതായത് തുണി അരയിൽ ചുറ്റി ഒരറ്റം ഇടത്തെ തോളിലിട്ട് വലത് കൈയുടെ ചുവട്ടിൽ കൊണ്ടുവരുന്ന രീതിയിലാണ് ഹാരപ്പൻകാർ വസ്ത്രം ധരിച്ചിരുന്നത്. അവരുടെ ഒരു വസ്ത്ര രീതി അങ്ങനെയായിരുന്നു. തുണി അരയിൽ ചുറ്റി ഒരറ്റം ഇടത് തോളിലിട്ട് വലത് കൈയുടെ ചുവട്ടിൽ കൊണ്ടുവരുന്ന രീതിയാണ് ഹാരപ്പൻകാർ സ്വീകരിച്ചിരുന്നത്. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പരുത്തി കൊണ്ടുള്ള തുണിയും അതുപോലെ കമ്പിളി തുണിയും ഉപയോഗിച്ചുകൊണ്ടാണ് വസ്ത്രം, അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ അവർ സൂചിയും നൂലും ഉപയോഗിച്ചിരുന്നു. വസ്ത്രം തുന്നുവാൻ വേണ്ടിയിട്ട് സൂചി നൂല് ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി 3ാമത്തത് അവരുടെ ഫാഷൻ. സ്ത്രീകളും പുരുഷന്മാരും ആഭരണങ്ങൾ ധരിച്ചിരുന്നു. സ്ത്രീകൾക്ക് നീണ്ട തലമുടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുരുഷന്മാർക്കും നീണ്ട തലമുടി ഉണ്ടായിരുന്നു. അതുപോലെ പുരുഷന്മാർ താടി വളർത്തിയിരുന്നു, പക്ഷേ മീശ വടിച്ച് കളഞ്ഞിരുന്നു. അതായിരുന്നു അവരുടെ ഫാഷൻ. 4ാമത്തത് അവരുടെ വിനോദങ്ങൾ. മത്സ്യബന്ധനം, കാളപ്പോര്, ചൂതാട്ടം
ഇവയൊക്കെയാണ് അവരുടെ വിനോദം, മുതിർന്ന ആളുകളുടെ വിനോദം ഉണ്ടായിരുന്നത്. ഇനി കുട്ടികൾ കളിമണ്ണ് കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ കുട്ടികൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ അതിന് പുറമെ സംഗീതം, നൃത്തം ഇവയൊക്കെ അവരുടെ വിനോദങ്ങളിൽ പെട്ടതായിരുന്നു. നെക്സ്റ്റ് 5-മത്തത് അവരുടെ ആയുധങ്ങൾ. ഹാരപ്പൻ ജനത സമാധാനപ്രിയരായിരുന്നു. ഒരു യുദ്ധങ്ങളോ മറ്റ് കലാപങ്ങളൊന്നും താല്പര്യമില്ലാത്ത ആളുകളായിരുന്നു. ഇനി അവർ ഉപയോഗിച്ചിരുന്ന യുദ്ധോപകരണങ്ങൾ പ്രധാനമായിട്ടും മഴു, കുന്തം, വില്ല് ഇവയാണ് അവരുടെ ആയുധങ്ങൾ ആയിട്ടുണ്ടായിരുന്നത്. ഇനി മൃഗങ്ങളെ ഇണക്കി വളർത്തൽ. 6-മത്തെ കാര്യം മൃഗങ്ങളെ ഇണക്കി വളർത്തൽ. ആട്, ചെമ്മരിയാട്, പശു തുടങ്ങിയവയാണ് അവർ ഇണക്കി വളർത്തിയിരുന്നത്. ഇവർ മൃഗപരിപാലനം ഇവരുടെ ഒരു ഉപജീവന മാർഗമായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ട് 2 വരുമാന മാർഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1-മത്തത് കൃഷി, 2-മത്തത് മൃഗപരിപാലനം. ഹാരപ്പൻ സമുദായവും മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. പിന്നെ ഭാരം വഹിക്കുന്നതിന് വേണ്ടിയിട്ട്, ചുമടേറ്റുന്നതിന് വേണ്ടിയിട്ട് മൃഗങ്ങളായിട്ടുള്ള കഴുതകളെയും ഒട്ടകങ്ങളെയും അവർ വളർത്തിയിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷേ കുതിരകൾ സാധാരണയായിട്ട് ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ കൂടുതൽ കഴുതകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. കുതിരകളൊക്കെ അതിന് ശേഷമാണ് വ്യാപകമായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 27-മത്തെ പേജിൽ 8-മത്തെ ക്വസ്റ്റ്യൻ. ഹാരപ്പൻ അനലൈസ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ ജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുക. 1-മത്തത് പ്രധാനമായിട്ടുള്ള അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. 1-മത്തത് കൃഷി, 2-മത്തത് കാലി വളർത്തൽ അല്ലെങ്കിൽ മൃഗപരിപാലനം. 1-മത്തത് കൃഷി. അവർ പ്രധാനമായിട്ടും വിളവ് എടുത്തിരുന്നത് അല്ലെങ്കിൽ കൃഷി ചെയ്തിരുന്നത് ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പഴങ്ങൾ, പയറുവർഗ്ഗങ്ങൾ മുതലായവയാണ് അവർ കൃഷി ചെയ്തിരുന്നത്. ഇനി അവരുടെ കൃഷിയുടെ രീതി, വിളവുകൾ ഇടകലർത്തിയുള്ള കാർഷിക രീതിയാണ്. അതായത് ഒരു കൃഷി മാത്രമല്ലാണ്ട് 2-3 ഉൽപ്പന്നങ്ങൾ ഒരേ സമയം കൃഷി ചെയ്യുന്ന രീതി അവർക്ക് ഉണ്ടായിരുന്നു. ഇവരുടെ ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് കൃഷി ചെയ്യുവാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇനി രാജസ്ഥാനിലെ കാലിബംഗിൽ നിന്ന് കളിമണ്ണ് കൊണ്ട് തീർത്ത ഒരു കലപ്പയുടെ രൂപം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവർ നിലം ഉഴുതുമറിക്കുവാൻ വേണ്ടിയിട്ട് ഈ കലപ്പ ഉപയോഗിച്ചിരുന്നു. അല്ലെങ്കിൽ നിലം ഉഴുതുമറിച്ചുകൊണ്ടാണ് അവർ കൃഷി ചെയ്തിരുന്നത്. ഈ 2 കാര്യങ്ങൾ നമുക്കിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി കൃഷിയെ നനയ്ക്കുവാൻ വേണ്ടിയിട്ട്, ജലസേചനത്തിന് വേണ്ടിയിട്ട് കനാലുകളും അതുപോലെ തന്നെ കിണറുകളിൽ നിന്ന് നമ്മൾ ഈ ചക്രം കൊണ്ട് ചവിട്ടിയിട്ട് എന്ത് ചെയ്യും? വെള്ളം മുകളിലേക്ക് എടുക്കും. ഇങ്ങനെ കനാലുകളിൽ നിന്നോ കിണറുകളിൽ നിന്നൊക്കെ ആയിരിക്കാം അവർ വെള്ളത്തെ ആശ്രയിച്ചിരുന്നത്. അതുപോലെ ഹാരപ്പയിൽ നിന്ന് ധാന്യപ്പുര കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവരുടെ മിച്ചം വരുന്ന ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ധാന്യപ്പുര ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ധാന്യപ്പുര വേണമെന്നുണ്ടെങ്കിൽ അവർ ധാരാളമായിട്ട് കൃഷി ചെയ്തിരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് അവരുടെ മൃഗപരിപാലനമാണ്. 2-മത്തെ വരുമാന മാർഗമായിരുന്നു മൃഗപരിപാലനം. പ്രധാനമായിട്ടും അവർ കാള, ചെമ്മരിയാട്, കോലാട്, പോത്ത്, പന്നി തുടങ്ങിയ മൃഗങ്ങളെയാണ് അവർ ഇണക്കി വളർത്തിയിരുന്നത്. അതുപോലെ തന്നെ അവർ ഭാരം വഹിക്കുവാൻ വേണ്ടിയിട്ട്, ഉൽപ്പന്നങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് കഴുതകളെയും ഒട്ടകങ്ങളെയും അവർ വളർത്തിയിരുന്നു. അവിടുത്തെ കാളകളെന്ന് പറയുന്നത് മുതുക് ഉയർന്നിട്ടുള്ള, നമ്മൾ കൂന എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെ മുതുക് ഉയർന്നിട്ടുള്ള കാളകളെയാണ് അവർ വളർത്തിയിരുന്നത്. പ്രധാനമായിട്ടും അവരുടെ പ്രിയപ്പെട്ട മൃഗം ഈ മുതുകുയർന്ന കാളകളായിരുന്നു. ഇനി പല ഭാഗത്തു നിന്നും വന്യമൃഗങ്ങളുടെ എല്ലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മാൻ, ആന, കണ്ടാമൃഗം എന്നീ
മൃഗങ്ങളുമായിട്ട് അവർ പരിചിതമായിരുന്നു എന്ന് ഈ കണ്ടെത്തിയ എല്ലുകളിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാവുന്നത്. അതുപോലെ മാത്രമല്ല, ഈ ആനയുടെയും കണ്ടാമൃഗത്തിൻ്റെയൊക്കെ കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഈ ആനയും കണ്ടാമൃഗങ്ങളുമൊക്കെ എന്ന് ഈ ഒരു കളിമൺ രൂപങ്ങൾ ലഭിച്ചതിലൂടെ മനസ്സിലാകുന്നത്. ഇനി അളവ് തൂക്കങ്ങളെക്കുറിച്ച് പറയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇലക്ട്രിക്കലായിട്ടൊക്കെ അളവ് തൂക്കങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹാരപ്പൻ കാലഘട്ടങ്ങളിലും അളവ് തൂക്കങ്ങൾ ഉപയോഗിച്ചിരുന്നു. കച്ചവടത്തിനും അതുപോലെ വ്യാപാര പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് കൃത്യമായ അളവ് തൂക്കങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് തെളിവായിട്ട് ധാരാളം തൂക്കക്കട്ടികൾ കണ്ടെത്തിയിട്ടുണ്ട്. മോഹൻജദാരോയിൽ നിന്നും ഹാരപ്പയിൽ നിന്നെല്ലാം ധാരാളം തൂക്കക്കട്ടികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ അളവ് തൂക്കങ്ങളിൽ കൃത്യത പാലിച്ചവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി നാലാമത്തെ കാര്യം വരുന്നത് ഉപകരണങ്ങളാണ്. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ, അതുപോലെ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നത്. ആയുധങ്ങളൊക്കെ കല്ലുകൊണ്ട് വെങ്കലം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതുപോലെ വെങ്കലം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ മഴു, അരിവാൾ, സൂചി, ആണി, അറക്കവാൾ, ചൂണ്ട, ക്ഷൗരക്കത്തി. ബാർബർ ഷോപ്പിലൊക്കെ ഉണ്ടല്ലോ ക്ഷൗരക്കത്തി എന്ന് പറയുന്നത്, കത്രിക എന്നൊക്കെ പറയാലോ. അപ്പോൾ ഇത്തരം ഉപകരണങ്ങളാണ് അവർ നിർമ്മിച്ചിരുന്നത്. ഇതിന് പുറമെ വാള്, അമ്പ്, കുന്തം തുടങ്ങിയ ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോഹ ആയുധങ്ങളായിട്ടുള്ള വാള്, അമ്പ്, കുന്തം എന്നിവരും അവർ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 28ാമത്തെ പേജിലെ 9ാമത്തെ ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഹാരപ്പൻ റിലീജിയസ് ലൈഫ്. ഹാരപ്പൻ മതജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വിവരിക്കുക. അവരുടെ മതപരമായ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇവിടെ മതപരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവ് ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള മുദ്രകളിൽ, അതായത് ടെറാക്കോട്ട രൂപങ്ങളിൽ നിന്ന് ലഭിച്ച മുദ്രകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളാണ് അവരുടെ മതത്തെ പറ്റിയുള്ള അറിവ് നമുക്ക് നൽകുന്നത്. അവിടെ നിന്ന് ലഭിച്ച ഒരു മുദ്രയുടെ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു. അരക്കച്ചയും ചിത്രപ്പണികളുമുള്ള തലയെക്കെട്ടും പൂമാലയും അരഞ്ഞാണവും ധരിച്ച നിലയിൽ അർദ്ധനഗ്നയായ ഒരു സ്ത്രീ രൂപം ആലേഖനം ചെയ്യപ്പെട്ട ധാരാളം മുദ്രകൾ ഈ ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു രൂപം അവിടുത്തെ മാതൃദേവതയുടെയോ അല്ലെങ്കിൽ പ്രകൃതി ദേവതയുടേതോ ആയിരിക്കാമെന്നാണ് അവർ അനുമാനിക്കുന്നത്. അതുപോലെ ഇതിന് പുറമെ ഭൂമി ദേവതയുടെ ആരാധനയും അവരുടെ ഇടയിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനുള്ള തെളിവ് കാലുകൾ അകറ്റി തല കീഴായി നിൽക്കുന്ന നഗ്നയായ സ്ത്രീ രൂപത്തിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഒരു ചെടി പുറത്തേക്ക് വരുന്ന ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട മുദ്ര കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അടിസ്ഥാനമാക്കിയാണ് ഇവരുടെ ഭൂമി ദേവതയുടെ ആരാധനയും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുദ്രയുടെ മറുവശത്ത് അരിവാൾ കയ്യിലേന്തിയ ഒരു മനുഷ്യൻ്റെയും മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെയും ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഇത് മറുവശത്ത് കാണിച്ചിരിക്കുന്ന ദേവതയെ പ്രസാദിപ്പിക്കുന്ന നരബലിയുടെ പ്രതീകമായി കണക്കാക്കാം. അപ്പോൾ ഇത്തരത്തിൽ നരബലിയും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളാണ് ഇത്തരത്തിലുള്ള മുദ്രകൾ എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ശിവ ആരാധനയും അതുപോലെ സിന്ധു നദീതടത്തിൽ നിന്ന് ഉത്ഭവിച്ചതാകാമെന്ന് പറയുന്നു. കാലഘട്ടങ്ങളിൽ ശിവനെ ആരാധിക്കുന്ന ആളുകളും അതുപോലെ തന്നെ വിഷ്ണുവിനെ ആരാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാലിബംഗൻ, വനവാലി, ലോത്തൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഹോമകുണ്ഡങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അവിടെ അത്തരത്തിലുള്ള അഗ്നിപൂജകൾ നടത്തിയിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിലെ
അഗ്നിയെ സംബന്ധിച്ച ആചാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ജല ആരാധനയും ഉണ്ടായിരുന്നു. അതായത് ജലത്തിൻ്റെ ശുദ്ധീകരണ ശക്തിയിലുള്ള വിശ്വാസത്തെയും സൂചിപ്പിക്കുന്ന തെളിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ മന്ത്രവാദത്തിലും പ്രേതാദി കാര്യങ്ങളിലുള്ള രക്ഷ, നമ്മൾ ഏലസ് കെട്ടെന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെല്ലാം ഹാരപ്പൻ സമൂഹത്തിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു എന്നാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഡിസ്കസ് ദ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ടിവിറ്റീസ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ ജനതയുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. അത് നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചല്ല, മെസ്സപ്പൊട്ടേമിയുമായിട്ടുള്ള ഹാരപ്പക്കളുടെ വ്യാപാര ബന്ധം. ഏകദേശം അവ രണ്ടും ഒരേ രൂപത്തിലാണ് വരുന്നത്. അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് വരുന്നത് 30ാമത്തെ പേജിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ഹാരപ്പൻ സ്ക്രിപ്റ്റ്. ഹാരപ്പൻ ലിപിയെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഹാരപ്പക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു. മുദ്രകളിലാണ് ഇവ നിലനിന്നിരുന്നത്. അതായത് ചില പ്രത്യേകമാക്കപ്പെട്ട ചിഹ്നങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇത് ചിത്രരൂപത്തിലുള്ളതായിരുന്നു. ലിപികൾ ചിത്രരൂപത്തിലായിരുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത, അവരുടെ എഴുത്ത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയൊക്കെ ഇടത്ത് നിന്ന് വലത്തോട്ടാണല്ലോ എഴുതുക. എന്നാൽ ഹാരപ്പൻ ലിപി വലത്ത് നിന്ന് ഇടത്തോട്ടായിരുന്നു. ഉറുദു, അറബി ഭാഷയൊക്കെ എഴുതുമല്ലോ ആ രൂപത്തിൽ. നിർഭാഗ്യവശാൽ ഈ എഴുത്ത് വിദ്യ ഇതുവരെയും വായിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല. ധാരാളം രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഹാരപ്പൻ ലിപി വായിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് 3ാമത്തെ ചാപ്റ്ററിൽ, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വരുന്നത്. 2 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. PDF നേരത്തെ വിട്ടിട്ടുണ്ട്. അതുപോലെ ഗൈഡിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം ഫോട്ടോ എടുത്ത് വിടുക, അല്ലെങ്കിൽ ഇന്ന ഭാഗമാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ചെയ്യാം, വളരെ മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തരാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. നോട്ട്സ് ഇതേപോലെ ഞാൻ PDF വിട്ടുതന്നിട്ടുണ്ടല്ലോ, ആ ഭാഗങ്ങളിൽ നിന്ന് നോട്ട്സ് എഴുതണമെന്നില്ല, അത് നോക്കി പഠിച്ചാലും മതി. ഓക്കെ, ശരി.